വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ രീതിയിൽ നമുക്ക് സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരൊറ്റ വെർബ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ന്യൂസ് കേൾക്കുക എന്നുള്ളത്. എല്ലാവരും വാർത്തകൾ കേൾക്കാറുള്ളവരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെർബാണ് കേൾക്കുക, ലിസണിങ്, ശ്രദ്ധിക്കുക. കേൾക്കുക എന്ന് പറയുന്നതിന് നമുക്ക് ലിസണിങ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹിയർ യൂസ് ചെയ്യാം. ഹിയർ, ലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കേൾക്കുക എന്ന് തന്നെയാണ്. കേൾക്കുക എന്ന് പറയുമ്പോൾ ഹിയർ ആണ് ഒന്നുകൂടി ബെറ്റർ ആകുന്നത്. അപ്പം നമുക്കിവിടെ ഹിയർ എന്നുള്ള ഒരു വെർബ് യൂസ് ചെയ്യാം. ഇനിയിപ്പം ലിസൺ ആണ് നമ്മൾ എടുത്തതെങ്കിൽ ഒരു തെറ്റുമില്ല, രണ്ടും ഒരേ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഹിയർ എന്നുള്ളത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്രത്തോളം സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ മെത്തേഡും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ പറയുന്നത്, ഞാൻ പതിവായി വാർത്ത കേൾക്കാറുണ്ട്. ഞാൻ പതിവായി വാർത്ത കേൾക്കാറുണ്ട്. ഈ പതിവായി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വേർഡ് യൂസ് ചെയ്യാം. യൂഷ്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പതിവായി എന്നാണ്, റെഗുലർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പതിവായി എന്നാണ്. യൂഷ്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിവ് പോലെ, റെഗുലർലി പതിവായി. അപ്പോൾ ഞാൻ പതിവായി വാർത്ത കേൾക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ റെഗുലർലി ഹിയർ ദ ന്യൂസ്. ഐ റെഗുലർലി ഹിയർ ദ ന്യൂസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ യൂഷ്വലി ഹിയർ ദ ന്യൂസ്. ഞാൻ പതിവായി വാർത്ത കേൾക്കാറുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. നെക്സ്റ്റ് സബ്ജക്റ്റ് മാറ്റിക്കൊണ്ട് പറയുകയാണെങ്കിൽ, അവൾ പതിവായി വാർത്ത കേൾക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിലോ, സിംഗുലർ ആണെങ്കിൽ എങ്ങനെ പറയും? അവൾ പതിവായി വാർത്ത കേൾക്കാറുണ്ട്. വെർബ് മാത്രമേ നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളൂ അല്ലേ. ഷീ റെഗുലർലി ഓർ യൂഷ്വലി രണ്ടും വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഷീ റെഗുലർലി ഓർ യൂഷ്വലി എന്ത് ചെയ്യണം? ഹിയറിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യണം. ഹിയേഴ്സ് ദ ന്യൂസ്, ഹിയേഴ്സ് ദ ന്യൂസ്. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് ലിസൺ എന്ന് യൂസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ വാർത്ത കേൾക്കുകയാണ് അല്ലേ. ഞാൻ വാർത്ത കേൾക്കുകയാണ്. നമ്മൾ പഠിച്ച എല്ലാ മെത്തേഡും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ വാർത്ത കേൾക്കുകയാണ് എന്നിങ്ങനെ പറയാം. ഐ എം ലിസണിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം ഹിയറിംഗ് ടു ദ ന്യൂസ്. ഐ എം ഹിയറിംഗ്, കേൾക്കുക അല്ലേ. കേൾക്കുകയാണ് എന്ന് പറയുമ്പോൾ ഹിയറിൻ്റെ കൂടെ നമ്മൾ ING ഫോം യൂസ് ചെയ്താൽ ഹിയറിംഗ് എന്നാകും. ഐ എം ഹിയറിംഗ് ടു ദ ന്യൂസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം ലിസണിങ് ടു ദ ന്യൂസ് എന്ന് പറയാം. ഞാൻ വാർത്ത കേൾക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ന്യൂസ്, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. അപ്പോൾ നമ്മുടെ ആരെങ്കിലും അതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഞാൻ ആ വാർത്ത 2 മിനിറ്റ് മുമ്പ് കേട്ടിട്ടുണ്ട്. ഞാൻ ആ വാർത്ത 2 മിനിറ്റ് മുമ്പ് കേട്ടിട്ടുണ്ട്. കേട്ടിട്ട് അല്പസമയം ആയിട്ടേ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം? ഞാൻ ആ വാർത്ത 2 മിനിറ്റ് മുമ്പ് കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹിയർഡ് ദ ന്യൂസ്. ഞാൻ ആ വാർത്ത കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ദാറ്റ് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഐ ഹാവ് ഹേർഡ് ദ ന്യൂസ് 2 minutes ago. 2 മിനിറ്റ് മുമ്പ് ഞാൻ ആ വാർത്ത കേട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ പറയാണ്, ഞാൻ അരമണിക്കൂറായിട്ട് വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അരമണിക്കൂറായിട്ട് വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഏത് സിറ്റുവേഷൻ ആണെന്നൊക്കെ നമുക്കറിയാം അല്ലെ. ഞാൻ അരമണിക്കൂറായിട്ട് വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയാം? ഇപ്പോഴും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഹിയറിംഗ് ടു ദ ന്യൂസ്. ടു ദ ന്യൂസ് എന്ന് പറയാം. ദാളെടുത്ത് നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാം. ദാറ്റ് ആയാലും ദ ആയാലും ഒക്കെ നമ്മൾ ആ വാർത്ത എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഐ ഹാവ് ബീൻ ഹിയറിംഗ് ടു ദ ന്യൂസ് ഫോർ ആയിട്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഫോർ ഹാഫ് ആൻ അവർ, അരമണിക്കൂറായിട്ട് ഞാൻ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ലിസണിങ്, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ഹിയറിംഗ് ടു ദ ന്യൂസ് ഫോർ ഹാഫ് ആൻ അവർ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ കാര്യം പറയാൻ പോകുകയാണ്. കഴിഞ്ഞ കാര്യം പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ആ വാർത്ത കേട്ടിരുന്നു അല്ലേ. വാർത്ത കഴിഞ്ഞു പോയി, കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞു പോയൊരു വാർത്തയാണ്. അതേക്കുറിച്ചിട്ട് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അപ്പം നമ്മൾ എന്താ പറയാറ്? ഞാൻ കഴിഞ്ഞ ദിവസം ആ വാർത്ത കേട്ടിരുന്നു. എങ്ങനെ പറയാം?
കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടിരുന്നു എന്നാണ്. അപ്പം ഐ ഹേർഡ് അല്ലെ, പാസ്റ്റ് ആണ്. ഐ ഹേർഡ്, ഹിയറിന്റെ പാസ്റ്റ് ഹേർഡ് തന്നെയാണ്. ഐ ഹേർഡ് ദ ന്യൂസ് ലാസ്റ്റ് ഡേ. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നാണ്. അപ്പം ഐ ഹേർഡ് ഞാൻ കേട്ടിരുന്നു, ദ ന്യൂസ് ലാസ്റ്റ് ഡേ വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, നീ ഉറങ്ങുമ്പോൾ ഞാൻ വാർത്ത കേൾക്കുകയായിരുന്നു അല്ലേ. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ പറയുന്നത്. നീ ഉറങ്ങുമ്പോൾ ഞാൻ വാർത്ത കേൾക്കുകയായിരുന്നു. അപ്പം ചില സിറ്റുവേഷനിലൊക്കെ നൈറ്റിൽ നമ്മൾ വാർത്ത കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ മറ്റുള്ളവരൊക്കെ ഉറങ്ങുകയായിരിക്കും. അപ്പം നമ്മൾ പിന്നീട് പറയാറുണ്ട്, നീ ഉറങ്ങുമ്പോൾ ഞാൻ വാർത്ത കേൾക്കുകയായിരുന്നു, ഞാൻ ആയിരുന്നു. ഐ വാസ് ഹിയറിംഗ്, ഐ വാസ് ലിസണിങ് എന്നൊക്കെ പറയാം. ഐ വാസ് ഹിയറിംഗ് to the news when you slept. I was hearing to the news when you slept. നീ ഉറങ്ങുമ്പോൾ എന്നാണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. നീ ഉറങ്ങുമ്പോൾ ഞാൻ വാർത്ത കേൾക്കുകയായിരുന്നു. ഓക്കെ, ആ വാർത്ത ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എപ്പോഴോ ആ വാർത്ത ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഐ ഹാവ് ഹേർഡ് ദാറ്റ് ന്യൂസ്. ഐ ഹാവ് ഹേർഡ് ദാറ്റ് ന്യൂസ്. അവിടെയാണ് നമ്മൾ ഹാഡ് എന്ന് യൂസ് ചെയ്യുന്നത്. എപ്പോഴോ കഴിഞ്ഞു പോയൊരു കാര്യം നമ്മൾ പറയാണ്, ആ വാർത്ത ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഹേർഡ് അല്ലെ, ഇയറിന്റെ V3 ആണ് ഹേർഡ് എന്ന് പറയുന്നത്. ഐ ഹാഡ് ഹേർഡ് ദാറ്റ് ന്യൂസ്. ആ വാർത്ത ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നുകൂടി വിശദമാക്കിയിട്ട് നമുക്ക് ആ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ രാത്രി 12 മണി മുതൽ ആ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അപ്പോൾ നമ്മളത് രാത്രി പകലൊന്നും നോക്കൂല, നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും. ഞാൻ ആ വാർത്ത ഇന്നലെ രാത്രി 12 മണി മുതൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നില്ല, ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഐ ഹാഡ് ബീൻ ലിസണിങ് to that news, അല്ലെങ്കിൽ I had been hearing to that news since 12 o'clock last night. Since 12 o'clock last night അല്ലേ. ഇന്നലെ രാത്രി 12 മണി മുതൽ ഞാൻ ആ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി എന്നുള്ളതിന് ലാസ്റ്റ് നൈറ്റ് എന്നാണ് പറയുന്നത്. I had been listening to that news since 12 o'clock last night അല്ലേ. ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി 12 മണി മുതൽ ഞാൻ ആ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലിയർ ആയോ? വരാനിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇവിടെ നമുക്ക് നെഗറ്റീവിൽ പറയാം. നാളെ രാവിലെ ഞാൻ വാർത്ത കേൾക്കില്ല. കേൾക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, കേൾക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ നാളെ രാവിലെ ഞാൻ വാർത്ത കേൾക്കില്ല എങ്ങനെ പറയും? ഐ വോണ്ട് ഹിയർ ദ ന്യൂസ് tomorrow morning. I won't hear the news tomorrow morning. ഞാൻ നാളെ രാവിലെ ഈ സമയത്ത് വാർത്ത കേൾക്കുകയായിരിക്കും അല്ലേ. ഞാൻ നാളെ രാവിലെ ഈ സമയത്ത് വാർത്ത കേൾക്കുകയായിരിക്കും എന്നെങ്ങനെ പറയാ? ഞാനാണ് സബ്ജക്റ്റ്, ഐ വിൽ ബി. അവിടെയാണ് നമ്മൾ വിൽ ബി യൂസ് ചെയ്യുക. ഐ വിൽ ബി ഹിയറിംഗ് ടു ദ ന്യൂസ്, അല്ലെങ്കിൽ ഐ വിൽ ബി ലിസണിംഗ് ടു ദ ന്യൂസ്. ഞാൻ വാർത്ത കേൾക്കുകയായിരിക്കും. എപ്പോ? അറ്റ് ദിസ് ടൈം ടുമോറോ മോർണിംഗ്. നാളെ രാവിലെ ഈ സമയത്ത് ഞാൻ വാർത്ത കേൾക്കുകയായിരിക്കും. ഐ വിൽ ബി ലിസണിംഗ് ടു ദ ന്യൂസ് അറ്റ് ദിസ് ടൈം ടുമോറോ മോർണിംഗ്. നെക്സ്റ്റ്, അടുത്ത ദിവസം വൈകുന്നേരം 5 മണി മുതൽ നമ്മൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അടുത്ത ദിവസം വൈകുന്നേരം 5 മണി മുതൽ നമ്മൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ്. അപ്പം വി ആണ് സബ്ജക്റ്റ് വരുന്നത്. വി വിൽ ഹാവ് ബീൻ ഹിയറിംഗ് ടു ദ ന്യൂസ് സിൻസ്. മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് സിൻസ് 5 o'clock in the evening the next day. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രസന്റിൽ പറഞ്ഞു, പാസ്റ്റിൽ പറഞ്ഞു, ഫ്യൂച്ചറിലും പറഞ്ഞു അല്ലെ. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ വാർത്ത കേട്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലോ, നീ വാർത്ത കേട്ടോ? ഡിഡ് യു ഹിയർ ദ ന്യൂസ്? ഡിഡ് യു ഹിയർ ദ ന്യൂസ്? നീ വാർത്ത കേട്ടോ? സിമ്പിൾ ആണല്ലേ. എനിക്ക് ഇന്നലെ വാർത്ത കേൾക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇന്നലെ വാർത്ത കേൾക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ. കഴിഞ്ഞില്ല ഐ കുഡിന്റ് ആണ്, എനിക്കാണല്ലോ. അപ്പം ഐ കുഡിന്റ്, എനിക്ക് കഴിഞ്ഞില്ല. ഐ കുഡിന്റ് ഹിയർ ദ ന്യൂസ്, എനിക്ക് വാർത്ത കേൾക്കാൻ കഴിഞ്ഞില്ല. എപ്പോ? യെസ്റ്റർഡേ, ഇന്നലെ. ഐ കുഡിന്റ് ഹിയർ ദ ന്യൂസ് യെസ്റ്റർഡേ, എനിക്ക് ഇന്നലെ വാർത്ത കേൾക്കാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ്,
നീ ആ വാർത്ത കേൾക്കണം, നീ ആ വാർത്ത കേൾക്കണം എന്ന് പറയുമ്പോൾ യു ഷുഡ് ഹിയർ ദ ന്യൂസ്. യു ഷുഡ് ഹിയർ ദ ന്യൂസ് എന്ന് പറയാം, അല്ലെങ്കിൽ യു മസ്റ്റ് ഹിയർ ദ ന്യൂസ് എന്നും പറയാം. കാരണം നീ അത് നിർബന്ധമായിട്ടും ആ വാർത്ത കേൾക്കണം എന്ന് നമ്മൾ ചില സിറ്റുവേഷനിൽ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ യു മസ്റ്റ് ഹിയർ ദ ന്യൂസ് അല്ലെങ്കിൽ യു ഷുഡ് ഹിയർ ദ ന്യൂസ്. ഓക്കെ, നീ ആ വാർത്ത കേൾക്കേണ്ടതായിരുന്നു എന്ന് പറയുകയാണെങ്കിലോ, നീ ആ വാർത്ത കേൾക്കേണ്ടതായിരുന്നു, അല്ലേ? അത് കേൾക്കേണ്ട ഒരു വാർത്ത തന്നെയായിരുന്നു. യു ഷുഡ് ഹാവ് ഹേർഡ് എന്ന് പറയാം. യു ഷുഡ് ഹാവ്, ഇവിടെ ഷുഡ് ഹാവ് യൂസ് ചെയ്ത് പറയാം, അല്ലേ? നീ ആ വാർത്ത കേൾക്കേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ലിസൺഡ് അല്ലെങ്കിൽ ഹിയർഡ്. യു ഷുഡ് ഹാവ് ഹേർഡ് ടു ദാറ്റ് ന്യൂസ്. നീ ആ വാർത്ത കേൾക്കേണ്ടതായിരുന്നു. ഞാൻ ആ വാർത്ത കേൾക്കുമായിരുന്നു, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ആ വാർത്ത കേൾക്കുമായിരുന്നു, പക്ഷേ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇതെങ്ങനെ പറയാ? ഞാൻ ആ വാർത്ത കേൾക്കുമായിരുന്നു, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇങ്ങനെ പറയുമ്പോഴേ ഐ വുഡ് ഹാവ് ഹേർഡ് അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ലിസൺഡ്, അല്ലേ? ഐ വുഡ് ഹാവ് ലിസൺഡ് ടു ദ ന്യൂസ്. ഞാൻ ആ വാർത്ത കേൾക്കുമായിരുന്നു, ബട്ട് ഐ ഡിഡ്ന്റ് ഹാവ് ടൈം, അല്ലെ? എനിക്ക് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ സമയം ഉണ്ടായിരുന്നില്ല. ഐ വുഡ് ഹാവ് ലിസൺഡ് ടു ദ ന്യൂസ് ബട്ട് ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. ഓക്കെ, നിനക്ക് വാർത്ത കേൾക്കാമായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് കേട്ടില്ല എന്ന് ചോദിക്കാറുണ്ടല്ലോ. നിനക്ക് വാർത്ത കേൾക്കാമായിരുന്നു, പക്ഷേ എന്തുകൊണ്ട് കേട്ടില്ല എന്നെങ്ങനെ ചോദിക്കുക? യു കുഡ് ഹാവ് ഹേർഡ് ടു ദ ന്യൂസ് അല്ലെങ്കിൽ ലിസൺ ടു ദ ന്യൂസ്. V3 ഫോമാണ് വേണ്ടത്. യു കുഡ് ഹാവ് ഹേർഡ് ടു ദ ന്യൂസ്. നിനക്ക് വാർത്ത കേൾക്കാമായിരുന്നു, ബട്ട് പക്ഷേ നീ എന്തുകൊണ്ട് കേട്ടില്ല? ബട്ട് വൈ ഡിഡ്ന്റ് യു? ബട്ട് വൈ ഡിഡ്ന്റ് യു? നീ എന്തുകൊണ്ട് കേട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ബട്ട് വൈ ഡിഡ്ന്റ് യു എന്ന് പറയാം. യു കുഡ് ഹാവ് ഹേർഡ് ടു ദ ന്യൂസ്, ബട്ട് വൈ ഡിഡ്ന്റ് യു? നീ എന്തുകൊണ്ട് കേട്ടില്ല? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ഹിയർ എന്നുള്ള വെർബ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ലിസൺ എന്നുള്ള വെർബ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മലയാളത്തിൽ എത്രത്തോളം സെന്റൻസുകൾ പറയാറുണ്ടോ. ഒരു വാർത്ത കേൾക്കുക എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലേ വാർത്ത കേൾക്കുക എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇത്രത്തോളം സെന്റൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പല സെന്റൻസുകളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോൻ്റെ അഭിപ്രായം മസ്റ്റ് ആയിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.